ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ ഉറക്കത്തിൽ എൻ്റെ അമ്മേനെ എണീപ്പിച്ച് ഞാൻ കണ്ണ് തുറന്ന് നമുക്ക് എണീക്കാനേ കഴിഞ്ഞില്ല. അമ്മേനെ കുറേ വിളിച്ച് നമുക്ക് എണീക്കാനേ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എണീച്ച് പറ്റുന്ന അത്രയാണ് ഞാൻ കണ്ണ് കൂട്ടിയിട്ട് എണീക്ക്. ചെറുങ്ങനെ ഞങ്ങൾക്ക് കണ്ണുറക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ എണീറ്റ് ചെറുങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. അമ്മ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഉറങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ ഞാൻ എണീച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുങ്ങനെ എണീറ്റ് അപ്പം ഗൈസ് ഞാൻ എണീറ്റ് പാട് പല്ലേക്കാൻ തുടങ്ങി. ഞാൻ പല്ലേച്ചോണ്ടിരിക്കലാണ്. വേണ്ടാ എൻ്റെ വീട്ടിൽ നല്ലതായിട്ട് ഞാൻ പല്ലേച്ചോണ്ട് ഇതാണ് പല്ലേക്കുന്ന സ്ഥലം. എനിക്ക് കണ്ണടി കാണാത്ത കൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി നിന്നിന് ഉണ്ടാ ഞാൻ ഇങ്ങനെ പല്ലേച്ചോണ്ടിരിക്കലാണ്. അപ്പം ഗൈസ് ഞാൻ പല്ലേച്ച് വന്ന് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് വരില്ലാന്ന്. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ പല്ലേച്ചെല്ലാം കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ഞാനപ്പോൾ പല്ലേച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നിട്ട് ചെടികളെല്ലാം ഇങ്ങനെ നോക്കുകയും ചെയ്യും. കുറച്ച് അങ്ങോട്ടെല്ലാം ഇരിക്കും. ചെടികളെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് സമയം തൊട്ടുകൊണ്ടിരിക്കും. ചെടികളിൽ ഉണങ്ങി ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ തൊട്ട് നോക്കും. അപ്പം ഗായ്സ് ഞാൻ ചെടികളെല്ലാം നോക്കി നിലത്ത് ഇറങ്ങി വരലാണ്, സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരലാണ്. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞാൽ പുറത്തെല്ലാം പോയി വാതിലെല്ലാം തുറന്ന് ഞാൻ പുറത്ത് പോയി കുറച്ച് സമയം നിന്ന് ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയം പുറത്ത് നോക്കിയിട്ട് ഇരുന്ന് കുറച്ച് സമയം വെയിലെല്ലാം നോക്കി പൂവെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്ന് ഒരു രസം. അപ്പം ഞാൻ പ്രവൃത്തി ആസ്വദിച്ച് ഗായ്സ് ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ പൂജാമുറി കയറി പ്രാർത്ഥിക്കാനൊക്കെ പോയി. ഞാൻ പൂജാമുറി കയറി പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തിനോടെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലാണ്. ഇനി ഗായ്സ് ഞാൻ നേരെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്പണാക്കാൻ നോക്കി. ദോശയും പിന്നെ ചട്നിയും അടുത്തത് നമ്മുടെ സ്വന്തം സാമ്പാർ കുട്ടനും. ഗൈസ് അമ്മമ്മ മാത്രമല്ല ചെടികൾ നോക്കുക, ഞാനും നോക്കൂ. എൻ്റെ ചെടികൾ നോക്കുന്നത് അമ്മമ്മേനെ പോലെയല്ല. ഞാൻ ചെടികളെല്ലാം ഇങ്ങനെ പിടിച്ചിങ്ങനെ ചൊനിച്ച് ചാറും. അതാണ് എൻ്റെ ഞാൻ ചെടികൾ നോക്കുന്ന തമാശ. ഗൈസ് അപ്പം നമ്മളെ കനാലിനടുക്ക് നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. ആദ്യം നമ്മളെ കനാലിൽ വെള്ളം വന്നപ്പോൾ അതെല്ലാം വറ്റി തീർന്നു നോക്കിയാൽ എത്തിച്ച് മണ്ണായിപ്പോയി. ആദ്യം കുറച്ച് കഴിയുമ്പോൾ വെള്ളം അല്ലെങ്കിൽ വരുന്നുണ്ട്. കനാൽ നിറച്ച് വെള്ളം, നല്ല കുളം പോലെയുള്ള. അപ്പം ഒരു സ്ഥലം ഞാൻ കാണിച്ചിട്ട് നല്ല രസമില്ലേ കാണാൻ. ഇനി നമുക്ക് കുറച്ച് വെള്ളം വന്നത്, പക്ഷെ അതിൻ്റെ അധികം വന്നിട്ടില്ല. പക്ഷെ അതിനകത്ത് കുറച്ച് വന്നത് അങ്ങാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഗായ്സ് അങ്ങാണ് നമ്മളെ കുഞ്ഞു കുറുക്കന്മാരുടെ മാളങ്ങൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ കുറച്ച് ഇച്ചിരി വെള്ളം വന്ന സ്ഥലത്ത് അങ്ങ് കുറച്ച് ചെറുങ്ങനെ അങ്ങുന്നുണ്ടാ. രാവിലെ ഉച്ചക്കോയി നോക്കിയപ്പോൾ കുഞ്ഞു കുറുക്കൻ കുട്ടികളുണ്ടായി. ഞാൻ എനിക്ക് വെള്ളം കിട്ടിയിരുന്നത് നോക്കാൻ ശരി. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ആർക്കെല്ലാം ഈ വെള്ളത്തിന് സൗണ്ട് ഇഷ്ടം ഒന്ന് കമൻറ്റ് പറയണേ. അപ്പം ഞാനൊന്ന് കാണിച്ചുതരാം. ഗൈസ് ഇതാണ് എൻ്റെ സ്റ്റോപ്പ്. നല്ല രസമല്ലേ കാണാൻ. അപ്പുറത്താണ് വെള്ളം വന്നിട്ടില്ല, ഞങ്ങൾക്ക് കാണിച്ചു തരാം. കമോൺ ഗൈസ്, വെള്ളം വന്ന് തുടങ്ങി കണ്ട. വെള്ളം വന്നിക്കനാലില് നല്ല രസമല്ലേ കാണാൻ. കുറേ മീനുകളെല്ലാം ഉണ്ട്. ഇതൊക്കെ കൊച്ച. എനിക്കൊന്ന് കല്ല് എറിഞ്ഞിട്ട് അതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചതേ കേട്ടെല്ലാവരും. ഇതൊന്നും കൂടി ഞാൻ കാണിച്ചത്. ഇത് കല്ലെടുക്കുക ഒറ്റ. ഹലോ ഗൈസ്, അപ്പം ഞാൻ സ്കൂളിൽ പോക്കാന്ന്. ഇതാണ് ഞാൻ സ്കൂളിൽ നിൽക്കുന്ന സ്റ്റോപ്പ്. ആ റോഡ് കണ്ട, റോഡ് വന്നാലും നമ്മളെ വണ്ടി വരും. അപ്പം
ഹലോ ഗൈസ്, അപ്പോൾ എനിക്ക് തിങ്കളാഴ്ചയും കൂടി ഒരു പരീക്ഷയുണ്ട്. അപ്പോൾ ശനി ഞായറും അല്ല ഞായർ നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അതൊന്നും ഞാനിപ്പം പറയുന്നില്ല, സർപ്രൈസാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഞായറാഴ്ചയാണ് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അത് ഞാൻ നിനക്ക് നാളാഴ്ച നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ.